പരിശുദ്ധ റമദാൻ മാസം നമ്മോട് വിട പറയാൻ പോവുകയാണ്. ഈ സമയം 6 ചോദ്യങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. മറ്റാരും നമ്മളോട് ചോദിക്കാനില്ല, നമ്മൾ മറ്റാരോട് ചോദിക്കാനുമില്ല. സ്വന്തത്തോട് ചോദിക്കാനുള്ള 6 ചോദ്യങ്ങൾ, തമാശയായിട്ടല്ല, വളരെ സീരിയസ് ആയിട്ട്. ഷവ്വാലിൻ്റെ മാസപ്പിറവി കാണുന്നതിൻ്റെ മുന്നേ, റമദാനിൻ്റെ അവസാനത്തെ മിനിറ്റും നമ്മിൽ നിന്ന് വിട പറയുന്നതിൻ്റെ മുന്നേ ഈ 6 ചോദ്യങ്ങൾ നാം നമ്മളോട് ചോദിക്കുകയും സ്വയം ഒരു ഇഹ്തിസാബ് നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതിലൊന്നാമത്തെ ചോദ്യം, നമ്മുടെ സ്വന്തം പേര് വിളിച്ച് നാം നമ്മോട് ഉച്ചത്തിൽ സംസാരിക്കുക. ഒന്നാമത്തെ ചോദ്യം, 27ാമത്തെ നോമ്പിലാണ് ഞാനുള്ളത്. 27 നോമ്പ് അനുഷ്ഠിച്ചു, 27 തറാവീഹ് നമസ്കരിച്ചു. എന്നിട്ട് എൻ്റെ അള്ളാഹുവുമായുള്ള ബന്ധത്തിന് എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടോ? എൻ്റെ റബ്ബുമായുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം എനിക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് നാം നമ്മളോട് ചോദിക്കുക. എങ്ങനെയാണ് ആ മാറ്റം മനസ്സിലാക്കാൻ സാധിക്കുക? അള്ളാഹുവിനോടൊരു ഇഷ്ടം, അള്ളാഹുവിനോടൊരു സ്നേഹം, അവനെ ഇബാദത്ത് ചെയ്യുമ്പോൾ ഒരു ആസ്വാദനം എല്ലാം നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നാം നമ്മുടെ സ്വന്തത്തോട് ചോദിക്കുക. രണ്ടാമത്തെ ചോദ്യം, 27 നോമ്പ് പിന്നിടുമ്പോൾ എൻ്റെ നമസ്കാരത്തിൻ്റെ അവസ്ഥ എന്താണ്? ശഅബാൻ മാസത്തിൽ ഉള്ളതുപോലെ തന്നെയാണോ? റജബിൽ ഉള്ളതുപോലെ തന്നെയാണോ ഈ റമദാൻ മാസത്തിലെ 27ാമത്തെ നോമ്പിലും ഞാൻ നിൽക്കുന്നത്? ജമാഅത്തിന് പ്രത്യേകിച്ച് പരിഗണനയൊന്നുമില്ല. നിസ്കരിക്കും, ഏതെങ്കിലുമൊക്കെ സമയത്ത് കൃത്യമായിട്ട് നിസ്കരിക്കും, നിസ്കാരം ഒഴിവാക്കാറില്ല. പക്ഷേ കച്ചവടമാണ്, തിരക്കാണ്, ജോലിയാണ്, ജമാഅത്ത് കൃത്യമാക്കാനൊന്നും ഈ 27 നോമ്പെടുത്തിട്ടും റമദാനിൻ്റെ 27 ദിവസം കടന്നുപോയിട്ടും സാധിച്ചിട്ടില്ല എന്നാണോ നമുക്ക് മറുപടി ലഭിക്കുന്നത്? സ്വന്തത്തോട് ചോദിക്കുക. മൂന്നാമത്തെ ചോദ്യം, നോമ്പ് അവസാനിക്കാറായി, വിട പറയാറായി. ഈ പരിശുദ്ധ റമദാൻ മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് സമ്മാനമായി നൽകിയ, അവന് ഹുദയായി നൽകിയ, ഫുർഖാനായി നൽകിയ, ബയ്യിനാത്തായി നൽകിയ പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനുമായി എൻ്റെ ഹൃദയബന്ധം എന്താണ്? ഒരു വട്ടെങ്കിലും അത് ഓതി തീർക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? ഒരു വട്ടമെങ്കിലും ഓതി തീർക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? ഓതുന്ന സമയത്ത് ഒരു വട്ടെങ്കിലും ആ ഖുർആൻ എന്നോട് സംസാരിച്ചിട്ടുണ്ടോ? എന്നോട് സംവദിച്ചിട്ടുണ്ടോ? ഖുർആൻ സംവദിക്കും പ്രിയപ്പെട്ടവരെ, ഖുർആൻ സംസാരിക്കും. ചിലപ്പോൾ ഖുർആൻ നമ്മളെ സന്തോഷിപ്പിക്കും, ചിലപ്പം ഖുർആൻ നമ്മളെ കരയിപ്പിക്കും, ചിലപ്പം ഖുർആൻ നമ്മളെ ആഴത്തിലുള്ള ചിന്തയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകും. അങ്ങനെ എന്തെങ്കിലും ഈ 27 ദിവസത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ടോ? ഖുർആനുമായി ഒരു ആത്മബന്ധം സ്ഥാപിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? നാലാമത്തത്, ഹറാമുകളിൽ എൻ്റെ നിലപാട് എങ്ങനെയാണ് ഇപ്പോഴും? റമദാൻ തുടങ്ങുന്നതിന്റെ മുന്നേയുള്ള ദുശ്ശീലങ്ങൾ ഇന്നും എനിക്കുണ്ടോ? റമദാൻ തുടങ്ങുന്നതിന്റെ മുന്നേ ഞാൻ കണ്ട അശ്ലീലങ്ങൾ ഇന്നും ഞാൻ കാണുന്നുണ്ടോ? റമദാൻ തുടങ്ങുന്നതിന്റെ മുന്നേ ഞാൻ യൂട്യൂബിന്റെ മുന്നിലും FBയുടെ മുന്നിലും ചിലവഴിച്ചിരുന്ന മണിക്കൂറുകൾ ഇന്നും അതുപോലെ തന്നെ തുടരുന്നുണ്ടോ? കണ്ണുകൾ കൊണ്ടുള്ള ഹറാം, കാതുകൾ കൊണ്ടുള്ള ഹറാം, വിരലുകൾ കൊണ്ടുള്ള ഹറാം, മനസ്സുകൊണ്ടുള്ള ഹറാം, ഇതിന്റെ എല്ലാം അവസ്ഥ എന്താണ്? ഈ 27 വ്രതാനുഷ്ഠാനങ്ങൾ അള്ളാഹുവിന് വേണ്ടി പട്ടിണി കിടന്നിട്ട്, അള്ളാഹുവിന് വേണ്ടി അന്നപാനീയങ്ങൾ ഒഴിവാക്കിയിട്ട് ആ ഹറാമുകൾക്ക് എന്തെങ്കിലും ഒരു മാറ്റമുണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു കുറവുണ്ടായിട്ടുണ്ടോ? അഞ്ചാമത്തെ ചോദ്യം പ്രിയപ്പെട്ടവരെ, ഇത്രയും ദിനരാത്രങ്ങൾ കഴിഞ്ഞുപോയി, പാപമോചനത്തിന്റെ, കാരുണ്യത്തിന്റെ, വാത്സല്യത്തിന്റെ സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെട്ട, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെട്ട, ഇച്ഛകളെ നിയന്ത്രിക്കപ്പെട്ട, പിശാചുക്കളെ ചങ്ങലക്കിടപ്പെട്ട ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോയിട്ട് ഒരു വട്ടമെങ്കിലും കരയാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? എൻ്റെ കണ്ണ് ഒരു വട്ടെങ്കിലും നിറഞ്ഞിട്ടുണ്ടോ? എൻ്റെ കടങ്ങൾ ഓർത്തിട്ടല്ല, എൻ്റെ കുടുംബത്തെ ഓർത്തിട്ടല്ല, എൻ്റെ ദുന്യവിയായ പ്രതിസന്ധികൾ ഓർമ്മ വന്നിട്ടല്ല, എൻ്റെ റബ്ബിനെ കുറിച്ച് ഓർത്ത്, എൻ്റെ റബ്ബിനോട് ഞാൻ ചെയ്ത നന്ദികേടുകൾ ഓർത്ത്, എൻ്റെ റബ്ബിനോട് ഞാൻ കാണിച്ച പിടിപ്പുകേടുകൾ ഓർത്ത് ഒരു വട്ടമെങ്കിലും നമ്മുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടോ എന്നതാണ്
അഞ്ചാമത്തെ ചോദ്യം. ആറാമത്തെ ചോദ്യം, ഈ പരിശുദ്ധ റമദാൻ മാസം വിട പറയാൻ പോകുമ്പോ, യാത്ര പറയാൻ പോകുമ്പോ എന്റെ കുടുംബ ബന്ധത്തിന്റെ അവസ്ഥ എന്താണ്? എന്റെ ബന്ധങ്ങളുടെ അവസ്ഥ എന്താണ്? എന്റെ വാശിയുടെ അവസ്ഥ എന്താണ്? എന്റെ അഹങ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? ഞാൻ എടുത്ത നോമ്പ്, ഞാൻ ഓതിയ ഖുർആൻ, ഞാൻ നടത്തിയ നമസ്കാരങ്ങൾ എന്റെ ഹൃദയത്തെ തവാദുഇലേക്ക് നയിച്ചിട്ടുണ്ടോ? എന്റെ ഹൃദയത്തെ താഴ്മയിലേക്ക് നയിച്ചിട്ടുണ്ടോ? ഭൂമിയോളം താകാനുള്ള ഒരു മനസ്സ് ഈ ഖുർആൻ പാരായണത്തിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ടോ? അള്ളാഹിനെ കുറിച്ച് കേൾക്കുമ്പോ കരയാനുള്ള ഒരു കണ്ണ് ഈ ഖുർആൻ പാരായണത്തിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നതാണ് ആറാമത്തെ ചോദ്യം. ഈ ഓരോ ചോദ്യങ്ങളും നാം നമ്മളോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. വീട്ടിൽ പോയിട്ടല്ല, ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ, ഇവിടെ നിന്ന് തന്നെ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഓരോ ചോദ്യങ്ങൾക്കും ഇല്ല 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 എന്നാണ് മറുപടി കിട്ടുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവസരം കഴിയാൻ പോകുന്നു, കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും അവസരം കഴിയാൻ പോകുന്നു എന്നാണ് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ റമദാനിന് ശേഷം നാം പല അത്ഭുതങ്ങളും കാണാൻ പോവാൻ. പള്ളികൾ ഇനി ശൂന്യമായി കൊണ്ടിരിക്കും. സുബഹ് നമസ്കാരത്തിന് ആളുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കും. നമസ്കാരത്തിന്റെ കാര്യത്തിൽ ആളുകൾ ഗൗരവം വിട്ട് പഴയതുപോലെ ആകാൻ തുടങ്ങും. ഹറാമുകൾ സജീവമാകാൻ തുടങ്ങും. എല്ലാം നമ്മളിങ്ങനെ കാണാൻ തുടങ്ങുന്നതേയുള്ളൂ. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന, എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എൻ്റെ അനുജന്മാരോട്, ജ്യേഷ്ഠന്മാരോട്, എൻ്റെ പിതാവിൻ്റെ വയസ്സിനും അതിനു മുകളിലുമുള്ള ആളുകളോട് എനിക്ക് സ്നേഹത്തോടെ പറയാനുള്ളത്, നിങ്ങളെ നയിക്കേണ്ടത് റമദാൻ മാസമല്ല. നിങ്ങളെ നയിക്കേണ്ടത് റമദാനിലെ നമസ്കാരങ്ങളും റമദാനിലെ ഖുർആൻ ഓത്തുകളുമല്ല. 3 ചിന്തകൾ എപ്പോഴും നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. 3 ചിന്തകൾ, അതാണ് ഇനി മുതൽ നിങ്ങളെ നയിക്കേണ്ടത്. അതിൽ ഒന്നാമത്തത്, നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കണം. പ്രിയപ്പെട്ടവരെ, റബ്ബിനെ നമ്മൾ സ്നേഹിക്കണം. എന്തിനാണ് അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കേണ്ടത്? നമുക്കെല്ലാം സൗജന്യമായി നൽകിയ, ഉമ്മയുടെ വയറ്റിൽ പൊക്കിൽ കൊടിയിലൂടെ എനിക്കും നിങ്ങൾക്കും ഭക്ഷണം തന്ന, ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോ താരാട്ട് പാടാനും താലോലിക്കാനുമുള്ള 4 കൈകളും 2 നാവുകളും ഈ ദുനിയാവിൽ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ റഹ്മാനായ റബ്ബ്, എന്റെയും നിങ്ങളുടെയും കണ്ണ് നിറയുന്നത് ഏറ്റവും ആദ്യമായി അറിയുന്ന റബ്ബ്, എന്റെയും നിങ്ങളുടെയും ഹൃദയം പിടയുന്നത് ഏറ്റവും ആദ്യമായി കാണുന്ന അറിയുന്ന റബ്ബ്, ആ റബ്ബിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. ആ സ്നേഹമുണ്ടാകുമ്പോ നമുക്കൊരാഗ്രഹം ഉണ്ടാവും, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹം, ലിഖാഉല്ലാഹ്, പടച്ചവനെ കാണാനുള്ള ആഗ്രഹം. അങ്ങനെയാണല്ലോ, സ്നേഹിക്കുന്നവരെ കാണാൻ എന്നും മനുഷ്യൻ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. കേരളത്തിലെ എയർപോർട്ടുകൾ അതിന് വലിയ ഉദാഹരണമാണ്. വേർപിരിയലിന്റെയും കൂടിച്ചേരലിന്റെയും കഥനങ്ങളുടെയും കിനാവുകളുടെയും വലിയ ക്യാൻവാസാണ് കേരളത്തിലെ എയർപോർട്ടുകൾ. അവിടെ അറൈവലിലും ഡിപ്പാച്ചറിലും ഒന്ന് പോയി നോക്കിയാൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ കാണാൻ ആഗ്രഹിച്ച് അവരെ ഒന്ന് പുൽകാൻ ആഗ്രഹത്തോടെ ഇഷ്ടത്തോടെ വരുന്ന പ്രവാസികളെ കാണാൻ കഴിയും. അതേ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സ്വന്തം ബലിയാടുകളാകുന്നതിന് വേണ്ടി താഴ്ന്ന മുഖങ്ങളും നിറഞ്ഞ കണ്ണുകളും പിടയുന്ന ഹൃദയങ്ങളുമായി പ്രവാസ ലോകത്തേക്ക് യാത്രയാകുന്നവരെയും കാണാൻ നിങ്ങൾക്ക് കഴിയും. എന്തുകൊണ്ടാണ് അറൈവലിലുള്ള ആളുകളുടെ മുഖം ഇത്രമാത്രം പ്രക്ഷോഭിതമാകുന്നത്? എന്തുകൊണ്ടാണ് അവർ സന്തോഷിക്കുന്നത്? അവർ കാണാൻ പോവാൻ, ആരെ കാണാൻ പോവാൻ? മക്കളെ, ഭാര്യയെ, ഉമ്മയെ, ഉപ്പയെ, കുടുംബക്കാരെ, നാട്ടുകാരെ, കൂട്ടുകാരെ, പരിചയക്കാരെ, സ്നേഹമുള്ളവരെ അവർ കാണാൻ പോവുകയാണ്. അവരവരെ കാണാൻ ആഗ്രഹിക്കുന്നു. കാരണം അവർക്ക് അവരോട് സ്നേഹമുണ്ട് എന്നതാണ്. അള്ളാഹുവിനോട് സ്നേഹമുള്ളവർ അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ദുനിയാവിലെ ഇബാദത്ത് തിട്ടപ്പെടുത്തുന്ന ആളുകൾ നാളെ റബ്ബിനെ കാണുന്ന രംഗം ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുന്നു, സ്വർഗ്ഗത്തിൽ കസ്തൂരിയുടെ ഒരു താഴ്വരയുണ്ട്. കസ്തൂരിയുടെ ഒരു താഴ്വര. ആ താഴ്വരയിലേക്ക് നമ്മൾ ഈ വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് വരുന്നത് പോലെ സ്വർഗ്ഗവാസികൾ എല്ലാ വെള്ളിയാഴ്ച ദിവസവും ആ താഴ്വരയിൽ ഒരുമിച്ച് കൂടുമെന്നാണ്. അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അർശിൽ നിന്ന് കുർസിയിലേക്ക് ഇറങ്ങി വരും. അർശും കുർസിയും രണ്ടും രണ്ടാണ്, രണ്ടൊന്നല്ല. അർശ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സിംഹാസനമാണ്. കുർസി എന്ന് പറഞ്ഞാൽ
അള്ളാഹുവിന്റെ പാദങ്ങൾ വെക്കാനുള്ള പീഠമാണ്, അതിനെയാണ് കുർസി എന്ന് പറയുന്നത്. ആ കുർസിയിലേക്ക് അള്ളാഹു ഇറങ്ങി വരും. ആ കുർസിയിനെ ഈ താഴ്വരയിൽ വെച്ച് കാണാൻ കഴിയും. ആ കുർസിയുടെ ചുറ്റിലും പ്രകാശത്തിന്റെ ഇരിപ്പിടങ്ങൾ ഉണ്ടാവും. സ്വർഗവാസികൾ എല്ലാ വെള്ളിയാഴ്ചയും ആ താഴ്വരയിലേക്ക് പോകും. ആ പ്രകാശത്തിന്റെ ഇരിപ്പിടങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, അമ്പിയാക്കൾ ഇരിക്കും. അതിന്റെ പിറകിൽ സ്വർണത്തിന്റെ ഇരിപ്പിടങ്ങൾ ഉണ്ടാകും. ആ ഇരിപ്പിടങ്ങളിൽ ശുഹദാക്കൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ ആളുകൾ ഇരിക്കുമെന്നാണ്. അതിന്റെയും പിറകിൽ കസ്തൂരിയുടെ ഇരിപ്പിടങ്ങൾ ഉണ്ടാവും. അവിടെ സ്വർഗവാസികളായ ആളുകൾ മുഴുവൻ അവിടെ അങ്ങനെ ഇരിക്കുമെന്നാണ്. അള്ളാഹു അവരുടെ അടുത്തേക്ക് വരും. ആദ്യം അവർ അള്ളാഹുവിനെ കാണില്ല, അള്ളാഹുവിന്റെ ശബ്ദമാണ് കേൾക്കുക. അള്ളാഹു അവരോട് ചോദിക്കും, എന്റെ അടിമകളെ, നിങ്ങൾക്ക് വല്ല ആഗ്രഹവുമുണ്ടോ, വല്ല ആശയും വല്ല പ്രതീക്ഷയും നിങ്ങൾക്ക് ഇനി ബാക്കിയുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവർ മറുപടി പറയും, യാ റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ മുഖത്തെ നീ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിച്ചില്ലേ? എത്രയോ കോടി മനുഷ്യർ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ ആ നരകത്തിലേക്ക് ഞങ്ങളെ പറഞ്ഞയക്കാതെ നിന്റെ കാരുണ്യം കൊണ്ട് ഈ സ്വർഗത്തിലേക്ക് ഞങ്ങളെ നീ കൂട്ടിയണച്ചില്ല റബ്ബേ. ഇനി എന്താഗ്രഹം, ഇതിനേക്കാൾ വലിയ അനുഗ്രഹം എന്താണ് ഇനി എന്ന് സ്വർഗവാസികൾ ചോദിക്കുമെന്നാണ്. എന്നിട്ട് അവർ പറയുമെന്നാണ്, അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്റെ വജ്ഹ് മാത്രം മതി, ഞങ്ങൾക്ക് നിന്റെ വജ്ഹ് മാത്രം മതി, നിന്റെ തൃപ്തി മാത്രം മതി എന്നവർ മറുപടി പറയുമെന്നാണ്. വീണ്ടും അല്ലാഹു ചോദിക്കും, നിങ്ങൾക്ക് എന്റെ തൃപ്തി ഉള്ളത് കൊണ്ടാണ് എന്റെ സ്വർഗത്തിൽ നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? 3 തവണ ആവർത്തിച്ച് ചോദിച്ച് എല്ലാത്തിനും അവർ ഇതേ മറുപടി ആവർത്തിക്കുമ്പോൾ അവിടെ ആകെ വല്ലാത്തൊരു പ്രകാശത്താൽ നിറയുമെന്നാണ്. ആ പ്രകാശത്തിന്റെ ഉജ്ജ്വലത, ആ പ്രകാശത്തിന്റെ തീവ്രത ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ മറയാണത്. ആ പ്രകാശത്തിന്റെ മറയങ്ങ് നീങ്ങുമ്പോഴേക്ക് ലോകരക്ഷിതാവായ അള്ളാഹുവിനെ ആ ഇരിപ്പിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സ്വർഗവാസികൾ നോക്കിക്കാണുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ലിഖാഇനെ കൊതിക്കേണ്ടവരാണ് പ്രിയപ്പെട്ടവരെ. നാം നമ്മുടെ റബ്ബിനെ കാണുന്ന അന്നേ ദിവസം ചില മുഖങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. എവിടേക്കാണ് അവ നോക്കുന്നുണ്ടാവുക? അവയുടെ റബ്ബിങ്കിലേക്ക് അവ എങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഹതഭാഗ്യരായ ചില മനുഷ്യരുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? അല്ലാഹു ഖുർആനിൽ പറയുന്നു, ഖദ് ഖസിറല്ലദീന കദ്ദബൂ ബിലിഖാഇല്ലാഹ് ഹത്താ ഇദാ جاءتهم الساعة بغتة قالوا يا حسرتنا على ما فرطنا فيها وهم يحملون أوزارهم على ظهورهم ألا ساء ما يزرون. അവരുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്ന കാര്യം നിഷേധിച്ചതല്ലേ ആളുകൾ നഷ്ടക്കാരായിരിക്കുന്നു. അവരതാ പരലോകത്ത് പറയുകയാണ്, യാ ഹസ്രതനാ, ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ നാശമേ. അവരതാ അവരുടെ പാപങ്ങൾ അവരുടെ മുതുകുകളിൽ വഹിക്കുകയും ചെയ്യുകയാണ്. അലാ സാഅ മാ യസിറൂൻ. എത്ര മോശമായ ഭാരം ചുമക്കലാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് പ്രതീക്ഷിക്കാത്ത, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് ആഗ്രഹിക്കാത്ത ആളുകളുടെ നഷ്ടത്തെക്കുറിച്ച്, ഖേദത്തെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയവർ, അവരോട് അവസാനം മലക്കുകൾ പറയുന്നത് എന്താണ്? ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ. നിന്റെ റബ്ബ് നിന്നെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, നീ നിന്റെ റബ്ബിനെ കുറിച്ചും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിന്നെ കാണാൻ നിന്റെ റബ്ബും ആഗ്രഹിക്കുന്നു, നിന്റെ റബ്ബിനെ കാണാൻ നീയും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അതുകൊണ്ട് സദ്വൃത്തരായ ദാസന്മാരുടെ ആത്മാക്കളിലേക്ക് യാത്രയാവുക, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കും യാത്രയാവുക. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ ചിന്ത ഇതാണ്.